അട്ടപ്പാടി പുതൂർ കുളപ്പടിയിൽ മധ്യവയസ്കനെ തമിഴ്നാട് പോലീസ് മർദ്ദിച്ചതായി പരാതി. കുളപ്പടി സ്വദേശി മുരുകേഷ് എന്ന 51-കാരനാണ് തമിഴ്നാട് തടാകം പോലീസിൽ നിന്നും ക്രൂരമായി മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് വാരിയലൊടിയുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്ത മുരുകേഷ് നിലവിൽ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രി 9 മണിയോടുകൂടി എത്തിയ പോലീസ് സംഘം കഞ്ചാവുണ്ടോ എന്ന് ചോദിക്കുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് മുരുകേഷ് പറയുന്നത്. കഞ്ചാവുണ്ടോയെന്ന് ചോദിച്ചു. കഞ്ചാവ് ഇല്ലാന്ന് പറഞ്ഞു. നിനക്ക് അറിയുന്ന അടുത്തതല്ല വാങ്ങിച്ചതാണ്, നിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അവിടെ മേടിച്ചതാണ്. അങ്ങനെ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ലയെന്ന് വരുമ്പോൾ കൈ കൊണ്ട് തല്ലാൻ തുടങ്ങി. തല്ലി ഇവിടെ ഇതിൽ കാതിൽ ഇതിലൊക്കെ അടിച്ച് കാലിന് അടിച്ച് മുമ്പ് ബോധഘട്ടം ഞാൻ താഴെ വീണു. അപ്പോൾ ശ്വാസം വീഴ്ത്താൻ പറ്റാത്ത വേദന ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം ബോധം കെട്ട് കിടന്നു റോഡിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ വന്ന് പണിക്കുമ്പോൾ തന്നെ കാണിച്ചു. അത് ലാസ്റ്റ് പോകുമ്പോഴാണ് വന്നത്. പോലീസാണ് മരുന്ന് കൊണ്ടുവന്ന് തന്നാലേ എൻ്റെ വണ്ടി ബൈക്ക് തരാം അങ്ങനെ പറഞ്ഞു. ബൈക്ക് കൊണ്ടുപോയി അവർ ബൈക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞോ? തമിഴ്നാടുകാരനാണ്. തുടർന്ന് തന്റെ ഇരുചക്രവാഹനം കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയും ചെയ്തുവെന്നും മുരുകേഷ് പറഞ്ഞു. കേരള പോലീസിനെ അറിയിക്കാതെയാണ് തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ ഈ നടപടി. സംഭവത്തിൽ പുതൂർ പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. നിലവിൽ മുരുകേഷിനെതിരെ തമിഴ്നാട് പോലീസിൽ യാതൊരു കേസുമില്ലെന്നാണ് വിവരം. വണ്ടി കൊണ്ടുപോകണ്ട, വണ്ടി കൊണ്ടുപോകണ്ട അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തമിഴ്നാട് പോലീസാണ്. നിങ്ങൾ 2 കിലോ കഞ്ചാവ് മേടിച്ച് വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ വന്ന് ഞങ്ങൾ അത് എടുത്തിട്ട് പോയി നിങ്ങൾക്ക് വണ്ടി തരാം. എന്താ വണ്ടി തരില്ല, ഞങ്ങൾ വണ്ടി കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയാൽ തല്ലിയോ? UTV ന്യൂസ്, പാലക്കാട്.